ഇന്നെന്താ പരിപാടി? ഇന്ന് ബാങ്കിലേക്ക് യാത്രയാണ്. നമുക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്തോ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ നൂറിൻ്റെ ബാങ്കിൻ്റെ എന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് നോക്കിയിട്ട് വരാം. ഓർഡർ സെയിലാണ്. അയ്യോ താറാവിനെ കൊല്ലോ, താറാവിനെ കൊന്നില്ല. അയ്യോ പാട്ട് വേണ്ട ജോ, പാട്ട് വേണ്ട, കോപ്പിറൈറ്റ് ഇട്ടു. ശരിയാ, പഴയ കളിയല്ല ഇപ്പൊ നമ്മള് പോവാണ്. ഏത് ബാങ്കാ? ഗ്രാമീൺ ബാങ്കാ? ഗ്രാമീൺ ബാങ്കാണ്, ശോകം ബാങ്കാണത്. അപ്പൊ ഇനി ബാങ്കിലെത്തിയിട്ട് കാണാം. ഇതാണ് നമ്മളെ ഗ്രൗണ്ട് കേട്ടോ. നമ്മളിതാ ടൗണിലെത്താനായി. ബാങ്ക് ഓപ്പൺ ആയിരിക്കില്ലേ? ബാങ്ക് ഓപ്പൺ ആയിരിക്കില്ലേ? ബാങ്ക് ഓപ്പൺ ആവും. ഇതാണ് ഗൈസ് നമ്മളെ ടൗൺ കേട്ടോ. നമുക്ക് ബാങ്കിലേക്ക് പോവാം. എന്താ കാറാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പൊ നമ്മള് ബാങ്കിന്റെ അടുത്ത് എത്തിട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇല്ല, ഒരു കല്ലെടുക്ക്. ബാങ്ക് പോവാല്ലേ? നമ്മളെ ഉഷാക്ക ബാങ്കിലെത്തി. അയ്യോ അയ്യോ, ഇപ്പൊ തന്നെ ചാമ്പിയോ. അതാണ് ബാങ്ക് കേട്ടോ, ഗ്രാമീൺ ബാങ്കാണ്. ഞാൻ ഇതിലാ വരാം. അയ്യോ എത്തിയോ? ബാങ്കിലെത്തിട്ടോ. ഷൂട്ട് കയറിക്കോ. ഇതാണ് ബാങ്കിന്റെ മേലെ നിന്നുള്ള വ്യൂ. വാ കയറി ചോദിക്ക്, എന്താ പ്രശ്നം? ഫോൺ വേണോ? എന്നാല് ഇവൻ്റെ പ്രശ്നം ഒന്ന് തീർത്തിട്ട് വരാം കേട്ടോ. ഉണ്ടാക്കാനാണ് കഷ്ടപ്പാട്. ഓക്കെ ഓക്കെ, പോയി ഇട്ടിട്ട് വാ. 100 പൈസ അക്കൗണ്ടിൽ ഇടാൻ പോയതാണ് ഗൈസ്. പൈസ ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ബാങ്കിൽ നിന്ന് ഇറങ്ങി അടുത്ത നമ്മള് ഷോയിന്റെ വരേക്ക് പോകാം. ഷോയിന്റെ വരെ പോയിട്ട് ഷോയിനെ പൊക്കിയിട്ട് വരാം. എല്ലാം പ്രശ്നവും കഴിഞ്ഞു. ഇനിയിപ്പോ ബെഡിന്റെ ഒരു പ്രശ്നം കിടക്കാനുണ്ട്. വെട്ടിയൊരു ഹായ് കൊടു. 17-ാം തീയതി കല്യാണാണ്. കാരണം ഒരേ കേട്ടോ, ഒരേ ചിരട്ടോ. എന്നാലും 26-ാം തീയതി നിങ്ങളെ കല്യാണം. 17-ാം തീയതി വരണേ. 26-ാം തീയതി ഇവനെ കണ്ടാ ഞാൻ പറയുന്നുണ്ട്. 26-ാം തീയതി പെങ്ങളെ കല്യാണം. ഈ മാസം 26-ാം തീയതി പെങ്ങളെ കല്യാണം. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം ക്ഷണിച്ചോളി. പിന്നെ മറ്റേ ഇജാസില്ലേ, ഒന്ന് പറയണം കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല.
ഷാനിഫിനോട് പറഞ്ഞാലേ ഗ്രൂപ്പിലെ ഒറ്റയ്ക്ക് പറയുന്ന ഇതല്ലേ. എന്നാ ഇവന്റെ കല്യാണം പറഞ്ഞിട്ട് വരാം. അന്റെ ബ്ലോഗ് എടുത്ത് പോണായിരുന്നു. ഷോയിബിനാടെ പോയിട്ട് വരാം. ഷോയിബിനാടെ ചേകാടി. ചേലാടി അല്ലടാ, ചേകാടി. പോയിട്ട് വരാം. അപ്പൊ ഷോയിബിന്റെ അടുത്തിട്ടാണോ അല്ലേ? ഓക്കെ, വരണ്ട അടുത്തി ഷോയിബിനെ പോയി പിടിക്കട്ടെ അല്ലേ മോളെ? അങ്ങനെ നമ്മൾ ഷോയിബിനെ പോകുന്നത്. ഷോയിബ് ഉണ്ടോന്നൊന്നും അറിയില്ല. പോരട്ടെ. വണ്ടി ഒന്ന് വെച്ചിരിക്കും, വണ്ടി എടുക്കാൻ പറയണേ. വേറെ ഉണ്ടോ? ഷോയിബ് ചെക്കൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിച്ചിക്കല്ലോ ഓരോ. ഷോയിബിനെ പോലെ തന്നെ വന്നു കല്യാണം പറയാവുന്നതാണ്. വ്ളോഗാണ് ഷോയിബ്. എന്താണ് അപ്പൊ ഷോയിബ് അടുത്ത ആളെ പൊക്കിയിട്ട് വരാം. മിനാസിനെ പൊക്കിയിട്ട് വരാം. ഇപ്പൊ മിനാസിന്റെ പുര ഷോയിബിന്റെ പുരന്റെ മേലെയാണ്. പോയിട്ട് വരാം. അയ്യോ അയ്യോ, മനോജ് മനോജ് ക്ലീൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എന്താ ഇത് പീക്കല്ലേ? ഞാൻ പള്ളിയിൽ പോയി, സെൻട്രലിൽ കണ്ട് റോഡിന്റെ സെന്ററില് ഞാൻ അടുത്ത് മൂലയിൽ വെച്ച് പള്ളിയിൽ വരുമ്പോ അത് അവിടെ തന്നെ ഞാൻ അടുത്ത് പോരേക്കാണ്. ഇതിന് വെള്ളം കൊടുത്ത് പഴം ബനാനയൊക്കെ കൊടുത്ത് ആശുപത്രി കൊണ്ടുപോകും. പഴം ബനാനയും കൊടുത്തോന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. ചെക്കൻ്റെ പെങ്ങളെ കല്യാണമാണ്. കല്യാണം പറയാൻ വന്നേ. ചെക്ക ഉസ്താദാട്ടോ. കല്യാണം പറയാവുന്ന എല്ലാരും ഫോളോ ചെയ്യാ. യൂട്യൂബിൽ ഓ കല്യാണം പറയാൻ വന്നേ. അല്ലാതെ ഞാൻ ഇനി കാണാൻ വന്ന വെച്ചാ ഇപ്പൊ കല്യാണം പറഞ്ഞിട്ട് വരാട്ടോ. ഇതൊക്കെ വരൂ, ഈയൊക്കെ വരൂ. കല്യാണം പറഞ്ഞിട്ട് വരാം. കല്യാണം പറഞ്ഞു കൈ. നിങ്ങളങ്ങടെ പെട്ടിയൊക്കെ എടുത്തിട്ട് പീക്കു തത്തക്കിളിക്ക് എന്താ ബനാനും പഴമൊക്കെ കൊടുത്തതാണ്. ഏത് പൊടി? അതിന്റെ ആവശ്യമൊന്നുമില്ല. കിളി മാറി, കിളി മറന്നു. ഒന്ന് വെറുപ്പിക്കണ്ടോ കാക്കിടിക്കും. പിന്നെ എവിടെ കൊണ്ടുവന്നേ? ശാലു എവിടെ കൊണ്ടുവന്നേ? ഓ പണി എടുക്കുക അഞ്ഞ പോലെയാ. പെൺതരിയല്ലേ ഇപ്പൊ മുറ്റടിക്കാന്നൊക്കെ പറഞ്ഞ എന്തെന്നാ ചെയ്യാ. പണിയെടുക്കുന്ന കാണിച്ചു തരാം.
ഷോയ് പോയി ഫ്രണ്ട് പോയി ഷോയ് പോയി ഗൈസ് തിരുമ്പേനു ചെക്ക് പാവൻ ചെക്ക് തിരുമ്പെന്ന് കൊടുത്ത് ഓടി നമ്മളെ കണ്ടിട്ട് ആളെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെ വ്ലോഗ് അടിച്ചു ഇല്ല ഇത് കണ്ടോ ഗൈസ് ബ്ലോഗ് എടുക്കാൻ സമ്മതിക്കില്ല ഏട്ടനും അനിയനും അടി ഗൈസ് ഇവിടെയും കൂടി പറഞ്ഞാൽ എനിക്ക് 2 സ്ഥലമുള്ളൂ. ഒന്ന് ഷാക്കിൻ്റെ ആടി, ഒന്ന് ഇത് നമ്മുടെ മൂത്തായിട്ടിൻ്റെ ആടി. അത് അപ്പുറം ഇസാഖിനോട് കേട്ടോ. പിന്നെ ഇന്നെ വിളിക്കാൻ ആവശ്യമില്ല. മുക്കിൻ്റെ അപ്പുറത്ത് ആ പള്ളീൻ്റെ അവിടെ മുക്കിൻ്റെ എടാ ഷോയിബിന്റെ അടുത്ത് കല്യാണം അറിയില്ലേ? ഷോയിബ് പറഞ്ഞാണല്ലോ. ഷോയിബൊക്കെ ആരാന്റെ പോലെ ചോറ് ഉമ്മാള് പറയോ? ഉമ്മാള് പറയണേ വരണോ? കൊടുത്തതാ കിളീനെ പാക്കാക്കിട്ട് പോകുന്നത്. ഈ പറഞ്ഞ എന്റെ ഇവിടെ കേറി എന്താടാ ഷോയിബേ, എത്ര ആള് കാണുന്നുണ്ട് അറിയോ? ഇഞ്ഞൊക്കെ പണിയപ്പാ അയ്യാ അനിയൻ്റെ അടുത്ത് ആറിയിടാനൊക്കെ പറയുന്നുണ്ട്. ഏട്ടൻ തിരുമ്പി കൊടുക്കുക, അനിയ ആറിയിടുക. നൂറയുടെ കല്യാണം പറിച്ചില്ല. അത് പറഞ്ഞു ചിലപ്പോ വണ്ടിന്ന് പേടിച്ചിട്ട്. ഇത് പറക്കാത്ത കളിയല്ലേ? ലംപക്കി ഞാനാക്ക് വേഗം വേഗോ. നൂറെ ഇതൊന്ന് എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നെ. ഇതന്നെ ഉള്ളൂ. എല്ലാ പേരും കാര്യങ്ങളൊന്ന് കുറച്ച് പേര് തന്നെ. അപ്പൊ എങ്ങോട്ടാ പോന്നെ? അടുത്ത എങ്ങോട്ടാ? ഇസാക്കിന് കൂട്ടി ഞാൻ പറയാം. ഈ മറ്റു കൂടെ ഒന്ന് കത്തിരുമോ? എന്റെ പേര് മൂത്തേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോവാ. ഹെൽമെറ്റ് അവിടെ ഉണ്ടാ പക്ഷി ഇവിടുന്ന് കിട്ടിയ പള്ളിയിൽ പോകും. മേലെ ഇവിടെ പൊരിച്ചാലോ? എവിടുക്കാ? വിംസിക്കാ പോന്നെ? വീണിട്ടേ പിന്നെന്താ പ്രശ്നം അറിയോ? വിംസിലേക്ക് പോന്നെ കാണിക്കാൻ. ചന്തി ഒടിഞ്ഞു പോയി. മേപ്പാടി വിംസിക്കാ? മേപ്പാടി മുണ്ടേരി. ഇത് വീണിട്ട് എന്റെ ചന്തി ഒടിഞ്ഞു പോയി. ചന്തി ഒടിയ വാലടാ. കാലല്ല, കാലൊടിഞ്ഞു. ഈ കാല് ഒടിഞ്ഞു. വിരലല്ലോ ഒടിഞ്ഞ്. കാലൊടിഞ്ഞെന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇതിന്റെ പേരെന്താ അറിയോ? പൂക്കി. ഈക്കു. ഈക്കു. ആ പക്ഷി ആശുപത്രി പോകുമ്പോഴാണ് ഉമ്മറിന്റെ മകൻ നൂറുദ്ദീൻ വന്ന് അതിനെന്തൊക്കെ പറ്റിയത് നമ്മളോട് പറയുന്നത്. ഓ മോനെ ഭാവിത്തെ സൂപ്രഭാവനാണ്. ആടെ വെച്ച് ഒന്നും ആവൂല, പറക്കൊന്നും ഇല്ല. എനിക്ക് പിടിക്കുന്നതിനെന്താ പേടി? ഇസാഖിന ഇപ്പൊ നേരെ അവിടെ പോയാലോ? മറ്റോടത്ത് ഇവരെ വണ്ടി എടുക്ക്. നിങ്ങളെപ്പോ ഫ്രീ ആവോ? അപ്പൊ അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാ അടിച്ചു വരും നമ്മള് പോയ ടൈമില്. ചൂലെടുത്ത് എറിഞ്ഞ് നമ്മളെ കണ്ടപ്പോ ഇതാ വരുത് വ്ളോഗ് കൂട്ടിക്കാൻ. എന്താ ഷോയിബ് പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പാവൻ ചെക്കൻ എല്ലാ പണിയും കൊടുക്കണം. എടാ വിനാസേ കഴിഞ്ഞിട്ട് വാ, പോട്ടെ. എടാ മുക്കത്തെ വീട്ടിലത്തെ എന്ന് പറയാൻ പറഞ്ഞു. വാ ഒന്ന് കാണിച്ചാ. എന്നാ പോവാ. മുക്കില് കണ്ട് അയ്യോ അയ്യോ അയ്യോ
എടാ മറിച്ചിടല്ലേ. ആ ബൈക്ക് എടുത്തോ ജോ. ഓ സൂപ്പർ വാൻ്റെ ബൈക്കോ, സൂപ്പർ ബൈക്ക്. അപ്പോൾ ഗൈസ് പോവാ, നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. അടുത്ത നമുക്ക് ഷോയും നാളെ പോകണം. ബാസിൻ്റെ അവിടെ പോയിട്ട് മോശമാണ്. ബാസിൻ്റെ അവിടെ പോവാ. എവിടേക്കാ പോയേ? എവിടേക്കാ പോയേ? ഇവിടെയാ? അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് പറഞ്ഞിട്ട് വരാം കേട്ടോ. മിനാസ് അവിടെ എത്തി. വാങ്ങണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് വരാം. മിനാസേ, ഇവൻ അങ്ങോട്ടാ കയറിപ്പോയത്. നമുക്ക് 36 റുപ്യ മീൻ ഉണ്ടാക്കണല്ലോ. 34 സെറ്റാക്കാം. ഉണ്ടാവോ? അങ്ങനെ അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരാളെ കൂടെ ഉള്ളു. മുളങ്ങാടത്തെ ആൾക്കാരായിട്ടുള്ളൂ. ഇസാക്കിൻ്റെ അടുത്ത് പറയല്ലേ? ഇസാക്കൊന്ന് വിളിച്ചോക്കട്ടെ. അപ്പോൾ ഇസാക്കിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. ബാക്കി ഇസാക്കിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എത്ര കാലത്ത് വരിക? എന്നിട്ട് എന്താ സ്ഥിതി? 26-ാം തീയതി ശനിയാഴ്ച സ്ഥിതി എല്ലാവരും കൂട്ടിയാ വരിക. എത്ര കണ്ടിക്ക് അടുത്ത കേട്ടോ. അടുത്തത് പ്രജിൻ്റെ ആടെ ഷോയിപ്പിൻ്റെ ഇതിലാണ് പ്രവാസിൻ്റെ ആണ്. അതേപോലെ എന്നാ പോട്ടെ, ഇനി കുറേ സ്ഥലത്ത് പറയാനുണ്ട്. നമ്മള് റെജിനെ വീട്ടിലെത്തി ഗൈസ്. റെജിന് പുറത്തുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് കുട്ടിയല്ലോ ഉറങ്ങി എണീറ്റ് വരിക. മമ്മിയോ മമ്മിയോ കല്യാണം ചെക്ക കല്യാണം പറയാൻ വന്നല്ലേ റെജിന്? കല്യാണം പറയപ്പോഴായിരുന്നു രാത്രി അമ്പോ റൂമിൽ എന്തൊക്കെയാ? എവിടെ എന്താ കണ്ടു ഷോയിബിന്റെ ഒരേ പോയി പോലെ ഷോയിബ് അടിച്ചു വരാ, തുടക്കുക, തിരുമ്പുക. അയ്യോ നമ്മളെ വ്ളോഗ് കണ്ടിട്ടേ ചൂലെടുത്ത് എറുതി. അയ്യോ ഇന്നലത്തെ വ്ളോഗ് ഇന്ന് അതിനും കിടലാവും. ഇന്നെല്ലാരും പുതിയ കസാരയാണ്. അത് മാറ്റും ഇരുന്നോട്ടെ. ഇതാരണ്ടാക്കിയേ? ഞാനും അച്ഛനും. കൊടുക്കുന്നുണ്ടോ? കൊടുക്കണ്ടോ? റേറ്റ് എത്ര? അച്ഛൻ പറയും ഇങ്ങനെ സാധനക്ക് നന്നായി. അച്ഛന് ചെയ്തതിന്റെ പൈസ കൊടുത്തിട്ടില്ല. രണ്ടാമതൊരു സാധനം അച്ഛനോട് പൈസ എത്ര ചോദിച്ചു അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് പറയാൻ പറയാം. വാതിലൂടെ കിട്ടിയ ഒറ്റ ഫണ്ട് 1500 മതിയോ? ഇനിയിപ്പോ ഇത് പറയാനായിട്ടിറങ്ങി എന്തെങ്ങനെ വണ്ടിട്ട് വന്ന് ഇപ്പൊ കോഴിക്കോട് വയ്ക്കാം. അപ്പൊ വണ്ടി നൈസ് വണ്ടിട്ട് പോകുന്നു. ഇല്ല വണ്ടി ഉണ്ടാവില്ല, നടന്ന് പറയേണ്ടി വരും. ഇനിയാണ് ചടങ്ങ് പോകാനെ. ഇനി ഒരാളെ വിട്ടുപോയാണ്ടല്ലോ ചോദിക്കും. അപ്പോൾ വീഡിയോ നിർത്താല്ലേ? ലെങ്ത് കൂടുതലാ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് സാറാക്കാം ഇതിലാക്കാം വിചാരിക്കുന്നു. വണ്ടി എന്താ വെയിറ്റ് കുരുമുണ്ട്. വണ്ടിയും പൊളിച്ച്. അപ്പോൾ ശരി ഗൈസ്.